ട്രെയിനുകളിലെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ റെയിൽവേ വെട്ടിക്കുറച്ചു. ഓരോ വിഭാഗത്തിലെയും മൊത്തം ബർത്തുകളുടെ എണ്ണത്തിന്റെ 25% വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ. പ്ലാറ്റ്ഫോമിലെയും തീവണ്ടികളിലെയും തിരക്ക് കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ തീരുമാനം മിക്ക റെയിൽവേ സോണുകളിലും ഈ ആഴ്ച തന്നെ നടപ്പിലാക്കും. ദീർഘദൂര വണ്ടികളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ അനുവദിക്കുന്നതിന് ഓരോ റെയിൽവേ സോണും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ഇതുവരെ അവലംബിച്ചിരുന്നത്. AC കോച്ചുകളിൽ 300 വരെയും സ്ലീപ്പറിൽ 400 വരെയും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാകാറുണ്ട്. ബർത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളവരും വണ്ടിയിൽ കയറുന്നത് പലപ്പോഴും തിക്കും തിരക്കും ഉണ്ടാവാനും സംഘർഷത്തിനും വഴിവെക്കാറുണ്ട്. ഇതൊഴിവാക്കാനാണ് പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തിയത്. വിവിധ കോട്ടകളിലെ മാറ്റിവെച്ചതിനു ശേഷം ഓരോ വിഭാഗത്തിലുമുള്ള മൊത്തം സീറ്റിന്റെ 25% ടിക്കറ്റാണ് അതത് വിഭാഗത്തിൽ ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റായി നൽകുന്നത്. ഓരോ വിഭാഗത്തിലും ശരാശരി 20 മുതൽ 25% വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളാണ് കൺഫേം ആകുന്നതെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. നിശ്ചിത പരിധി കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ റിഗ്രറ്റ് എന്ന് കാണിക്കും. അവർക്ക് തൽക്കാൽ റിസർവേഷനെയോ ജനറൽ കോച്ചിനെയോ ആശ്രയിക്കേണ്ടി വരും. ഭിന്നശേഷിക്കാർക്കും പട്ടാളക്കാർക്കും മറ്റുമുള്ള പ്രത്യേക ഇളവുള്ള ക്വാട്ടകൾക്ക് ഈ നിയന്ത്രണം ബാധകമാവില്ല.